നീറ്റ് 2025 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി പി ഈസ് റിലേറ്റഡ് ടു 4 ഒബ്സർവേഷൻ ABCD തന്നിട്ടുണ്ട്. അതേപോലെ പിൻ്റെതും തന്നിട്ടുണ്ട്. ദ പെർസെൻറ്റേജ് ഇറർ ഓഫ് മെഷർമെൻറ്റ്സ് ഇൻ ABCD അതും തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. ദ പെർസെൻറ്റേജ് ഇററാണ് കാണേണ്ടത്. അപ്പം നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ജനറലായി കണ്ടൊന്ന് എഴുതി തരാം. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറർ എഴുതുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഡെൽറ്റ R/R പെർസെൻറ്റേജിലാണെങ്കിൽ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഡെൽറ്റ A/A ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ B/B ഇൻറ്റു 100 എന്നുള്ള രീതിയിലാണ് എഴുതുക. ഇനിയിപ്പം പവറും പാടെ വരികയാണെങ്കിൽ, അതായത് Z എന്ന് പറയുന്നത് A⁻n ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ Z/Z ഈസ് ഈക്വൽ ടു, അതായത് ഞാൻ പെർസെൻറ്റേജിൽ എഴുതണില്ല, ഫ്രാക്ഷണലായി കണ്ടാണ് എഴുതണേ, n ഇൻറ്റു, ഇപ്പോൾ n നെഗറ്റീവ് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡുലസ് ആണ് എടുക്കേണ്ടത്. എന്നിൻ്റെ മോഡുലസ് ഇൻറ്റു ഡെൽറ്റ A/A എന്ന് വരും. ഇതാ ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ്, അതായത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പവർ വരുമ്പോഴുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നമുക്ക് P ഈസ് ഈക്വൽ ടു പീൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ P/P ഇൻറ്റു 100, പീൻ്റെ പെർസെൻറ്റേജിലാണ് കണ്ടുപിടിക്കേണ്ടത്, ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് എൻ്റെ പവർ 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു ഡെൽറ്റ A/A ഇൻറ്റു 100 പെർസെൻറ്റേജിലായതുകൊണ്ട് ഒന്നെന്നുണ്ടെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് 100 കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളത്, പക്ഷേ ഞാൻ ജസ്റ്റ് ഫോർമുലേൻ്റെ രീതിയിൽ എഴുതുകയാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പം നൈസായിട്ട് സുഖമായിട്ട് ഇത് പെർസെൻറ്റേജ് 3 × 1 + അങ്ങനെ ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. ജസ്റ്റ് ഇത് എഴുതിങ്ങാണ്ട് ഓവറാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പം ഇനി അടുത്തത് എഴുതാം. 2 ഇൻറ്റു ഡെൽറ്റ B/B ഇൻറ്റു 100 പ്ലസ് ഇനി സി ശരിക്കും 1/C ആണ് വരിക, അതായത് C⁻−1 ആണ് ശരിക്കും വരിക. പക്ഷേ ഞാൻ പറഞ്ഞു പവർ വരുമ്പം അതിൻ്റെ മോഡുലസ് ആണ് എടുക്കേണ്ടത്. -1ൻ്റെ മോഡുലസ് എടുത്താൽ 1 ആവും. അങ്ങനെയാണ് വരുന്നത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം 1 ഇൻറ്റു ഡെൽറ്റ C/C ഇൻറ്റു 100 പ്ലസ് √D എന്ന് പറയുമ്പോൾ 1/2 ആണ്. അതിൻ്റെ താഴത്തായതുകൊണ്ട്, അതായത് ഇവിടെയാണല്ലോ വരുന്നത്, ഇവിടെ D⁻1/2 എന്ന് വരും. അത് മുകളിലേക്ക് പോകുമ്പം D⁻−1/2 എന്നാണ് വരിക. അപ്പം എന്നാലും അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 1/2 തന്നെ വരും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. 1/2 ഇൻറ്റു ഡെൽറ്റ D/D, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് അങ്ങോട്ടൊന്ന് മാറ്റുന്നുണ്ട്, ഇൻറ്റു 100 എന്ന് വരും. ആവശ്യമില്ലാത്തൊക്കെ വായിക്കുകയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ ഡെൽറ്റ A/A ആണ് തന്നിട്ടുള്ളത് 1% എന്ന്. എന്താ ഈ ഡെൽറ്റ A/A എന്നുള്ളതാണ്, ഡെൽറ്റ A/A ഇൻറ്റു 100 എന്നുള്ളതാണ്, അതായത് പെർസെൻറ്റേജിലാണല്ലോ തന്നത്. 1% തന്നിട്ടുണ്ട്. അതേപോലെ ഡെൽറ്റ B/B ഈക്വൽ ടു 3% എന്ന് തന്നിട്ടുണ്ട്. ഈ ഡെൽറ്റ C/C ഇൻറ്റു 100 എന്നുള്ള 2% എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഡെൽറ്റ D/D 4% എന്നും തന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ വാല്യൂ നമ്മൾ ഇതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ പീൻ്റെ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 1 ആണ്, 1 ഇൻറ്റു 2 പ്ലസ് ഹാഫ് ഇൻറ്റു 4 എന്ന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 3 6 3 9 2 11 2 13 എന്ന് വരും. 13% ആണ് ഇതിൻ്റെ ഇറർ. അപ്പോൾ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പ്ലേലിസ്റ്റിൽ ഞാൻ ഓരോ ചാപ്റ്റർ വൈസ് ആയിങ്ങാണ്ട് PYQ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് നീറ്റ് PYQ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.